എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് രാംകുമാർ രാമചന്ദ്രൻ. ദ അപ്ഡേറ്റഡ് റാം എന്ന യൂട്യൂബ് ചാനലിലെ ആദ്യത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ആപ്പിളിൻ്റെ തന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള മാക്ബുക്ക് പ്രോ M5 ചിപ്സെറ്റിൻ്റെ ലാപ്ടോപ്പാണ്. വീഡിയോ എഡിറ്റ് ചെയ്യുന്നവർക്കും പ്രോഗ്രാം ചെയ്യുന്നവർക്കും കൂടെ കമ്പൈൻഡ് ആയിട്ടുള്ള ഒരു ലാപ്ടോപ്പാണ് മാക്ബുക്ക് പ്രോയുടെ M5 ചിപ്സെറ്റ്. ഏറ്റവും ലേറ്റസ്റ്റ് ആണ്, ഒക്ടോബറിലാണ് റിലീസായത്. വളരെ നല്ല ഒരു ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമൻസ് ആണ് മാക്ബുക്ക് പ്രോ നൽകുന്നത്. വളരെ എഫിഷ്യൻ്റ് ആൻഡ് പവർഫുൾ ആയിട്ടുള്ള ഒരു ലാപ്ടോപ്പാണ്. കാഴ്ചയിൽ തന്നെ M4 പ്രോയും M5ഉം ഒക്കെ ഏകദേശം ഒരേ ലുക്കിൽ തന്നെയാണുള്ളത്. പക്ഷേ പെർഫോമൻസിൽ നല്ല വ്യത്യാസമുണ്ട്. ആപ്പിളിൻ്റെ മറ്റ് ചിപ്സെറ്റുകളിൽ നിന്ന് M1 മുതൽ M4 വരെയിൽ നിന്നുള്ള വ്യത്യസ്തത എന്ന് വെച്ച് കഴിഞ്ഞാൽ പെർഫോമൻസിലാണ്. കുറച്ചുകൂടി ഫാസ്റ്ററാണ്. ഏകദേശം 26% ഫാസ്റ്ററാണ് M5 ചിപ്സെറ്റ്. ഞാൻ വാങ്ങിയ സിസ്റ്റത്തിൻ്റെ സ്പെക്ക് എന്ന് പറയുന്നത് 10 കോർ CPU, 10 കോർ GPU, അതുപോലെ തന്നെ 60 GB RAM ആൻഡ് 512 GB SSD. ഞാൻ ചൂസ് ചെയ്ത കളർ സ്പേസ് ബ്ലാക്ക് ആണ്. SSD ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല പെർഫോമൻസ്, ഫാസ്റ്റർ റൈറ്റിംഗ് ആൻഡ് റീഡിംഗ് ആണ്. അതിൽ മാക്കിൻ്റെ സ്പെസിഫിക്കേഷൻ അവർ പ്രത്യേകം പറയുന്നുണ്ട്, ഈ ലാപ്പിൽ റൈറ്റിംഗ് റീഡിംഗ് സ്പീഡ് വളരെ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ടെന്ന്. എൻ്റെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് ഡെവലപ്മെൻറ്റ് അലോങ് വിത്ത് വീഡിയോ എഡിറ്റിംഗ്. ഇത് രണ്ട് കാര്യങ്ങൾക്കും കൂടെ വേണ്ടിയിട്ടായിരുന്നു ഞാൻ ഈ ലാപ്ടോപ്പ് ചൂസ് ചെയ്തത്. അത് 100% മീറ്റ് ചെയ്യുന്ന ഒരു ലാപ്ടോപ്പ് തന്നെയാണ് എനിക്ക് യൂസ് ചെയ്തതിൽ നിന്ന് മനസ്സിലായത്. ഡാവിൻചി റിസോൾവ്, അഡോബ് ആഫ്റ്റർ എഫക്റ്റ്, അഡോബ് പ്രീമിയർ പ്രോ, ഫൈനൽ കട്ട് പ്രോ, ഈ 4 ആപ്ലിക്കേഷൻ ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കി. വീഡിയോ എഡിറ്റിങ്ങിൽ എനിക്കൊരു ഡിലേയും അല്ലെങ്കിൽ റെൻഡറിങ്ങിൽ പെർഫോമൻസ് ഇഷ്യൂസ് ഒന്നും ഉണ്ടായിട്ടില്ല. വളരെ സ്മൂത്ത് ആൻഡ് എഫിഷ്യൻറ്റ്. ടൈം ലൈൻ സ്ക്രോളിംഗ് അതിൻ്റെ പ്രിവ്യൂ കാണിക്കുന്നത് എഫക്റ്റീവായിട്ട് ഔട്ട്പുട്ട് തരുന്നുണ്ട്. രണ്ടാമത്തെ എൻ്റെ റിക്വയർമെൻറ്റ് എന്ന് പറയുന്നത് ഡെവലപ്മെൻറ്റ് ആയിരുന്നു. ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഡോക്കർ ഇൻസ്റ്റാൾ ചെയ്തു. അതുപോലെ തന്നെ ലോക്കലി VS കോഡ്, ഗിറ്റ്ഹബ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇൻസ്റ്റാൾ ചെയ്തു. എല്ലാം 100% ത്രോട്ടിലിട്ട് റൺ ചെയ്ത് നോക്കി. ആപ്ലിക്കേഷൻസ് എല്ലാം റൺ ചെയ്ത് നോക്കി. എല്ലാം നല്ല അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. നല്ല ഫാസ്റ്റാണ്. അറ്റ് ദ സെയിം ടൈം നമുക്ക് മൾട്ടിപ്പിൾ ആപ്ലിക്കേഷൻസുകൾ വളരെ ലോഡഡ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ എടുത്ത് പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ സ്പീക്കറാണ്. നല്ല ഓഡിയോ ക്വാളിറ്റി ഉണ്ട്. കേൾക്കാൻ തന്നെ നമുക്കൊരു മ്യൂസിക്കൊക്കെ ഇട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പിലുള്ള നല്ലൊരു സ്പീക്കറാണ്. 2 സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഉണ്ട് ഔട്ട് സൈഡ്. പിന്നെ ഇതിനകത്ത് എടുത്തു പറയേണ്ടത് ഇതിൻ്റെ ഡിസ്പ്ലേ ആണ്. റെറ്റിന ഡിസ്പ്ലേ ആണ്. നല്ല പിക്ചർ ക്വാളിറ്റിയാണ് ഇതിനുള്ളത്. ഞാൻ 14 ഇഞ്ച് ലാപ്ടോപ്പാണ് ചൂസ് ചെയ്തത്. കോമ്പാക്റ്റ് ആണ്. നമുക്ക് കൊണ്ടുനടക്കാനൊക്കെ വളരെ ഈസിയാണ്. ഒരുപാട് ഓവർലോഡായിട്ടുള്ള വെയിറ്റ് ഒന്നും ഫീൽ ചെയ്യുന്നില്ല. പിന്നെ എല്ലാ മാക്കിനെ പോലെ തന്നെ M4ൽ നിന്ന് ഫിസിക്കലി വലിയ വ്യത്യാസമൊന്നും നമുക്ക് കാണാനായിട്ടില്ല. കാരണം സെയിം ഡിസൈൻ, സെയിം ലുക്ക്, സെയിം ഫിംഗർ പ്രിൻ്റൊക്കെ പഴയതുപോലെ തന്നെയുണ്ട്. ടച്ച് പാഡ്, എല്ലാ കാര്യങ്ങളും പഴയതുപോലെ തന്നെയാണുള്ളത്. വലിയ വ്യത്യാസമൊന്നും ഫിസിക്കലി ഇല്ല. പക്ഷേ പെർഫോമൻസ് വൈസ് നല്ല വ്യത്യാസമുണ്ട്. ആപ്പിൾ ഇൻ്റലിജൻസ് ആണ് മറ്റൊരു കാര്യം എടുത്ത് പറയേണ്ടത്. നമുക്ക് ലോക്കലി മെഷീൻ ലേണിംഗ് LLM പോലുള്ള കാര്യങ്ങളൊക്കെ റൺ ചെയ്യുക, അല്ലെങ്കിൽ ആപ്പിളിൻ്റെ തന്നെ ഓൺ ഇൻ്റലിജൻസ് സിസ്റ്റംസ് ഒക്കെ ലോക്കലി വർക്ക് ചെയ്യുന്നത് വളരെ എഫിഷ്യൻ്റ് ആയിട്ടാണ്. കൂടുതൽ ഫീച്ചേഴ്സ് ഇതിൽ ഇവർ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് നമുക്കൊരു നോട്ട് പാഡിൽ കുറച്ച് ടെക്സ്റ്റ് എടുത്തിട്ട് അതിൽ ഒരുപാട് ഓപ്പറേഷൻസ് ചെയ്യാൻ പറ്റും. അങ്ങനെ ആപ്പിളിൻ്റെ തന്നെ കുറേ ഇൻ്റലിജൻസ് ഫീച്ചേഴ്സ് ഇതിനകത്ത് ഇൻബിൽട്ടായിട്ട് അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നമുക്കതുപോലെ ഒരു സ്പെഷ്യൽ മോഡൽ ലോക്കലായിട്ട് എന്തെങ്കിലും മോഡൽസ് റൺ ചെയ്യണമെന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് ഈ ആപ്പിൾ ഇൻ്റലിജൻസിൻ്റെ ഈ ഒരു സിസ്റ്റം മെക്കാനിസം നമുക്ക് യൂസ് ചെയ്യാം. ആപ്പിളിൻ്റെ M4ൻ്റെ സിസ്റ്റം പോലെ തന്നെ 3 Type C പോർട്ടുകളും ഒരു മാക്സേഫ് പോർട്ടുകളും ചാർജിങ്ങിന് വേണ്ടി സെപ്പറേറ്റും, അതുപോലെ തന്നെ HDMI നമുക്ക് കണക്ട് ചെയ്യാനായിട്ടുള്ള ഒരു പോർട്ടുകളും, പിന്നെ ഓഡിയോ ജാക്ക് 2.5ഉം നമുക്കിതിൽ അഡീഷണൽ വരുന്നുണ്ട്. അത് തന്നെ നമുക്ക് ഒരു ഇൻകൺവീനിയൻസ് ഫീൽ ചെയ്യില്ല. നമുക്ക് എപ്പോഴും ഒരു പോർട്ടബിൾ ആയിട്ടുള്ള ഒരു എക്സ്റ്റേണൽ കണക്ടർ കൊണ്ടു നടക്കേണ്ട ആവശ്യം വരുന്നില്ല. നമുക്ക് മോസ്റ്റ്ലി എല്ലാ ഡിവൈസുകളും നമുക്കിതിൽ കണക്ട് ചെയ്ത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ SD കാർഡ് റീഡർ ഇൻബിൽട്ടായിട്ട് ഇതിനുണ്ട്. അത് നമുക്കൊരു ക്യാമറയൊക്കെ യൂസ് ചെയ്യുന്ന ഒരാൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അത് കണക്ട് ചെയ്തിട്ട് ഫയൽ കോപ്പി ചെയ്യാനൊക്കെ ആയിട്ടുള്ള ഒരു ഫീച്ചർ അതിലുണ്ട്. ബാറ്ററി ഓസം. അതായത് മെയിൻലി മാക്ക് യൂസ് ചെയ്യുന്നതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര എഫിഷ്യൻ്റ് ആയിട്ടാണ് അവർ ബാറ്ററി മാനേജ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ലാപ്പിൻ്റെ കാര്യം, M5 ചിപ്സെറ്റിൻ്റെ ലാപ്പിൻ്റെ കാര്യം എടുത്തു പറയുകയാണെങ്കിൽ ബാറ്ററി ബാക്കപ്പ് ഭയങ്കര അഡ്വാൻസ്ഡ് ആണ്. ഞാൻ സിസ്റ്റം കണക്ട് ചെയ്യാതെ യൂസ് ചെയ്യുമ്പോൾ തന്നെ ഒരുപാട് നേരം നമുക്ക് ഹാർഡ് ആയിട്ടുള്ള ലോഡായിട്ട് ഹെവി ലോഡായിട്ടുള്ള ആപ്ലിക്കേഷൻസുകൾ റൺ ചെയ്താൽ പോലും ബാറ്ററി ക്വിക്കായിട്ട് ഡ്രെയിൻ ആവില്ല. അറൗണ്ട് ഒരു 2 ഡേയ്സൊക്കെ ഞാൻ വിത്തൗട്ട് ചാർജിങ് യൂസ് ചെയ്ത് നോക്കി. നല്ല പെർഫോമൻസ് ആണ് കിട്ടുന്നത്. അത്രയും ബാറ്ററി ബാക്കപ്പ് നിൽക്കുക എന്ന് വെച്ചാൽ തന്നെ നല്ലൊരു ഇതാണ്. ഞാൻ ആക്റ്റീവ്ലി വർക്ക് ചെയ്യുന്നില്ല എങ്കിൽ പോലും ഒരു 2 ഡേയ്സൊക്കെ നോർമലി ബാറ്ററി സ്ലീപ്പ് മോഡിലാണെങ്കിലും ഇരിക്കുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. ഒരു ലോഡ് നോക്കുകയാണെങ്കിൽ ഒരു 4 hours കണ്ടിന്യൂസ്ലി വർക്ക് ചെയ്യുന്നു, പിന്നെ സിസ്റ്റം അടച്ച് വെക്കുന്നു, പിന്നെ രാത്രി വീണ്ടും വർക്ക് ചെയ്യുന്നു. ഇപ്പം ഒരു 2 ദിവസമൊക്കെ നമുക്ക് സുഖമായിട്ട് വർക്ക് ചെയ്യാനുള്ള ഒരു ബാറ്ററി ബാക്കപ്പ് നമുക്ക് കിട്ടുന്നുണ്ട്. ഞാനൊരു വിൻഡോസ് യൂസറായിരുന്നു. ഞാനപ്പോൾ എൻ്റെ സിസ്റ്റം ഡെഡായി. അപ്പോൾ ഞാൻ പുതിയൊരു സിസ്റ്റം വാങ്ങണമെന്ന് വിചാരിച്ച് ഞാൻ റിസർച്ച് ചെയ്തപ്പോൾ എനിക്ക് തോന്നിയതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷനായിരുന്നു മാക്ബുക്കിൻ്റെ M5.
ചെറിയ എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ട് ഓഫീസ് റിലേറ്റഡ് സിസ്റ്റം ഉപയോഗിച്ചിട്ടുള്ള ഒരു മാക് യൂസ് ചെയ്തതിൻ്റെ ഒരു എക്സ്പീരിയൻസിൻ്റെ ബേസിൽ ഞാൻ റിസർച്ച് ചെയ്തപ്പോൾ ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 1,69,999 രൂപ, ഏകദേശം 1.7 ലാക്ക് ആയിരുന്നു വരുന്നത്. പക്ഷേ ഞാൻ ലാപ്ടോപ്പ് വാങ്ങിച്ചത് iPhone 4B ആണ്. ഏകദേശം ഒരു 20,000 റുപ്പീസിൻ്റെ സേവിങ്സ് എനിക്ക് അവിടെ നിന്ന് കിട്ടി. അപ്പോൾ ഏകദേശം 1.5 ലാക്കിനാണ് ഞാൻ ലാപ്പ് മാത്രം വാങ്ങിച്ചത്. അതിൻ്റെ കൂടെ തന്നെ ഒരു 26Kക്ക് ആപ്പിൾ കെയറും കൂടി പർച്ചേസ് ചെയ്തു. ഒരു 3 വർഷത്തെ കെയറാണ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. എനിക്ക് അത്രയും സേവ് ചെയ്യാൻ പറ്റി. ഞാൻ iPhone 4B എന്നാണ് അത് ലാപ്പ് വാങ്ങിയത്. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇതുപോലെ ഒരു ലാപ്ടോപ്പ് വളരെ യൂസ്ഫുൾ ആണ് ഇത് ആർക്കൊക്കെ ഉപയോഗിക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഡെവലപ്പേഴ്സിന് യൂസ് ചെയ്യാം, ഫോട്ടോ എഡിറ്റ് ചെയ്യുന്നവർക്ക് യൂസ് ചെയ്യാം, വീഡിയോ എഡിറ്റ് ചെയ്യുന്നവർക്ക് യൂസ് ചെയ്യാം, അതുപോലെ തന്നെ എന്താ പറയുക അത്യാവശ്യം ഹെവി ലോഡ് വർക്ക് ചെയ്യുന്നവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ബെസ്റ്റ് ലാപ്ടോപ്പാണ് ഈ പ്രൈസ് റേഞ്ചിൽ വരുന്നത്. ഞാൻ പൊതുവെ ആപ്പിളിൻ്റെ പ്രോഡക്ട്സിനോട് അത്ര റെക്കമെൻഡ് ചെയ്യുന്ന ഒരാളല്ല, പക്ഷേ ആപ്പിളിൻ്റെ മാക്ബുക്ക് പ്രോ M5 ചിപ്സെറ്റ് വെരി അഡ്വാൻസ്ഡ് ആണ്. അത് യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. നമുക്ക് സിസ്റ്റം ലാഗ് കാരണം ഒരു എന്താ പറയുക ഒരു ഡിലേ നമുക്കുണ്ടാവില്ല. അതിൽ ഒരു 100% ഗ്യാരണ്ടി പറയാൻ പറ്റുന്ന ടൈപ്പുള്ള ഒരു പെർഫോമൻസ് ആണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ മാക്ബുക്ക് പ്രോ M5 ചിപ്സെറ്റ് വാങ്ങിക്കാൻ പോകുന്നവർ ആണ് നിങ്ങളെങ്കിൽ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഇത് 100% എനിക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു ലാപ്ടോപ്പാണ്. ഈ പ്രൈസ് റേഞ്ചിലാണ് നിങ്ങളുടെ ബഡ്ജറ്റ് എങ്കിൽ ഓഫ് കോഴ്സ് ഇത് വർത്ത് ഓഫ് സിസ്റ്റമാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യുക. നിങ്ങൾക്ക് മാക്ബുക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ടെക് ലോകത്തെ പുതിയ പുതിയ അപ്ഡേറ്റ്സുകൾ, പുതിയ അൺബോക്സിങ് കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ചാനലിലൂടെ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അത് നിങ്ങൾക്ക് കണ്ടിന്യൂസ്ലി കിട്ടാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് ഇനി കാണുന്നവരേക്കും നന്ദി, നമസ്കാരം.